സിലിഗുഡി സഫാരി പാർക്കിലെ സിംഹങ്ങളുടെ പേര് വിവാദത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു കൽക്കട്ട ഹൈക്കോടതി. സിംഹങ്ങൾക്ക് അക്ബർ, സീത എന്ന പേരുകളിട്ടത് ശരിയായില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്ന് കോടതിയുടെ ചോദ്യം. പേരിട്ടത് ത്രിപുര സർക്കാരെന്നും മാറ്റാൻ തയ്യാറാണെന്നും ബംഗാൾ സർക്കാർ കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്തു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇത് വലിയ വിവാദമായത് നമ്മൾ കണ്ടതാണ്. ഇതൊരു വിഭാഗത്തിന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് വിവാദം ഉയർന്നു വന്നത്. ആ രീതിയിൽ കോടതിയെ സമീപിച്ചപ്പോൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ആ രീതിയിൽ തന്നെ അനുകൂലമായ ഒരു പ്രതികരണമാണോ വന്നിട്ടുള്ളത്? സ്മിത, ഇതില് ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വാദിഭാഗത്തിനോട് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ജനിപ്പിച്ച ഒരു സന്ദേഹം, കോടതി നൽകിയ സന്ദേശങ്ങൾ അത് ഈ മൃഗങ്ങൾക്ക് പേരിടുന്നത് ഏതെങ്കിലും തെറ്റാന്ന വിധത്തിലായിരുന്നു. പക്ഷെ ഇന്ന് കോടതി മറുഭാഗത്തോടും വളരെ ശക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്റെ പേര് മൃഗങ്ങൾക്ക് ഇടാനായിട്ട് തയ്യാറായത്? ഇതിന് പിന്നിൽ ഉള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ ഹർജിക്കാർ വിവരിച്ചതുപോലെ സംശയിക്കാവുന്ന സാഹചര്യമല്ലേ ഉള്ളത്? പട്ടിക്കും പൂച്ചയ്ക്കും അടക്കമുള്ള മൃഗങ്ങൾക്ക് മനുഷ്യന്റെ പേരിടേണ്ട ആവശ്യകതയുണ്ടോ? അതിന് ഈ വിധത്തിൽ വലിയ പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ? അങ്ങനെ പബ്ലിസിറ്റി കൊടുത്തത് സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ അത് തിരുത്തേണ്ടതല്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. രണ്ടു വിഭാഗത്തോടും അവരവരുടെ നിലപാടുകളെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത എഴുതി നൽകണം എന്നതും ചോദ്യങ്ങളോടുള്ള മറുപടിയിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി. ശരി, ഹൈക്കോടതി ഈ പേരുകൾ അക്ബർ, സീത എന്ന പേരുകൾ ഇട്ടത് ശരിയായില്ല എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും ബംഗാൾ സർക്കാരിന്റെ വാദം അത് ത്രിപുര സർക്കാരാണ് പേരിട്ടത്, വേണമെങ്കിൽ ആവശ്യമെങ്കിൽ പേര് മാറ്റാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയായിരുന്നു.